Okay, so before starting some, we were studying about wounds, isn't it? Have you completed your notes, sir? Fifth lessons in order? Completed. But no students have sent us the notes, sir. ആരും അയച്ചില്ലല്ലോ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന് അയക്കണം കേട്ടോ ശരി നമ്മൾ okay okay you have to send if you write and keep it with you how can I know that you have completed you have to take a photocopy and have to send see wounds we will get to wounds in many ways sometimes while we play with the knife or if you fall somewhere or if you play with any other materials anyway some accident may take place and accidentally we may get a wound. So if the wound is more, we know that we will have more bleeding. Bleeding കൂടുതൽ ഉണ്ടാകും അല്ലേ അപ്പൊ ഈ ബ്ലീഡിങ് കൂടുതൽ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ അതിന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം ഹോസ്പിറ്റലിൽ പോവുക അതായത് ഹോസ്പിറ്റലിൽ എത്താൻ ഒരു 10 minutes or 20 minutes or half an hour ടൈം എടുക്കേണ്ടി വന്നാൽ ഒരുപാട് ബ്ലഡ് പോകാൻ സാധ്യതയുണ്ട് സോ വി ഹാവ് ടു ഗിവ് സം ഫസ്റ്റ് എയ്ഡ്സ് ടു prevent the bleeding and all. First thing, നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് വി ഹാവ് ടു വാഷ് അവർ ഹാൻഡ്സ് പ്രോപ്പർലി ഇഫ് ഐ ആം ഗോയിങ് ടു ഗിവ് എ ഫസ്റ്റ് എയ്ഡ് ടു എ പേഴ്സൺ my hand should be clean. Understand? Not if I get if I get a wound, somebody else is going to give first aid for me, isn't it? And that person. Otherwise, if I myself is doing my first aid means I have to clean my hand. ഫസ്റ്റ് എയ്ഡ് സംഭവിക്കുന്ന വെച്ചാൽ നമ്മള് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിന് കൈക്കൊക്കെ മുറിവ് പറ്റി കഴിഞ്ഞാൽ ഒന്നുകിൽ വേറൊരാളായിരിക്കും നമുക്ക് ഫസ്റ്റ് എയ്ഡ് തരുന്നത് അതിൽ I have told many times you don't play during the class. Okay. So എനിക്കിപ്പോ ഒരു മുറിവ് പറ്റിയാൽ ചിലപ്പോൾ ഞാൻ തന്നെയായിരിക്കും ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറൊരാളായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എനിവേ ആരാണോ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നയാള് ആ ആളുടെ ഹാൻഡ് ഷുഡ് ബി വെരി ക്ലീൻ അതർവൈസ് വാട്ട് വിൽ ഹാപ്പൻ the germs which are there on that hand may enter into our wounds and may go inside our body also. Understand? So first aid കൊടുക്കുന്ന ആളുടെ ഹാൻഡ് ക്ലീൻ അല്ലെങ്കിൽ ആ കയ്യിലുള്ള അണുക്കളെല്ലാം രോഗാണുക്കളെല്ലാം ആ മുറിവിലൂടെ നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് സോ അപ്പൊ പിന്നെ മുറിവെല്ലാം സെപ്റ്റിക് ആകും അതായത് പിന്നെ പഴുക്കാനൊക്കെ സാധ്യതയുണ്ട് സോ ഫസ്റ്റ് we have to wash our hands properly then only നമ്മൾ ഫസ്റ്റ് എയ്ഡിന്റെ ഇത് തുടങ്ങാവുള്ളൂ then first another thing we have to clean the wound first we have to clean the wound നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആളുടെ കഴിഞ്ഞിട്ട് പിന്നെ ആ wound അതായത് മുറിവ് നമ്മൾ ക്ലീൻ ചെയ്യണം കാരണം ആ മുറിവിൽ ചിലപ്പോൾ മണ്ണ് പറ്റിയിട്ടുണ്ടാകാം ചിലപ്പോൾ വല്ല കത്തി കൊണ്ടൊക്കെ ആണെന്ന് തുരുമ്പിന്റെ അംശം ഉണ്ടാകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും സോ ആ ബ്ലഡിലേക്ക് അതായിട്ട് നമ്മുടെ ബോഡിയിൽ മൊത്തമാകാൻ സാധ്യതയുണ്ട് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വി ഷുഡ് ക്ലീൻ ദ വൂണ്ട് ഫസ്റ്റ് ആൻഡ് in the last class it means in the previous class I told we have to clean the wound with boiled and cool water ബോയിൽ ചെയ്തിട്ട് തണുപ്പിച്ച വെള്ളത്തിൽ വേണം നമ്മൾ നമ്മുടെ മുറിവ് കഴുകാൻ ബോയിൽഡ് വാട്ടറിൽ ഒരിക്കലും നമ്മൾ കഴുകാൻ പാടില്ല വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു വാഷ് വിത്ത് ബോയിൽഡ് വാട്ടർ ചൂടായിരിക്കും അപ്പൊ മുറിവ് പൊള്ളും അല്ലെ മുറിഞ്ഞ ഭാഗം പൊള്ളുകയും കൂടി ചെയ്യും സോ വി ഷുഡ് നോട്ട് ഡു ലൈക്ക് ദാറ്റ് ബട്ട് ബോയിൽഡ് ആൻഡ് കൂൾ വാട്ടർ പിന്നെ തണുപ്പിച്ചതിന് ശേഷം അതിനകത്ത് അപ്പൊ രോഗാണുക്കളൊന്നും ഇല്ലല്ലോ അപ്പൊ തണുപ്പിച്ച വെള്ളം ഉപയോഗിച്ച് നമ്മൾ കാല് ഇനി നമ്മുടെ വീട്ടിലപ്പം ആ സമയത്ത് ഫസ്റ്റ് നമുക്ക് എന്താ പറയുക ബോയിൽഡ് വാട്ടർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കിണറ്റിലെ വെള്ളം പൈപ്പിലെ വെള്ളം ഒക്കെ ഉപയോഗിച്ച് കഴിയാം ബട്ട് ദാറ്റ് വാട്ടർ ഷുഡ് ബി ക്ലീൻ അത് നല്ല വെള്ളമായിരിക്കണം മനസ്സിലായോ തുറന്നു വെച്ച പാത്രത്തിൽ 5 ദിവസം മുന്നേ തുറന്നു വെച്ച പാത്രത്തിലെ വെള്ളം എടുത്തൊന്നും മുറിവ് കഴുകരുത് ബിക്കോസ് ഓൾറെഡി ദർ വിൽ ബി മെനി ജേംസ് so that germs may get into our wounds isn't it so we have to use clean water to wash the wounds next first wash your hands germs from dirty hands can infect the wound second one wound if the wound is dirty wash it with boiled and cold water clean it with cotton wool നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ അതിൽ പറഞ്ഞതായിരുന്നു അല്ലേ പക്ഷെ നിങ്ങൾ ഒന്ന് ഓർക്കാൻ വേണ്ടിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ വാഷ് ദ സ്കിൻ അറൌണ്ട് ദ wound away from it and not towards it so the skin around the wound should be cleaned
Not only that wound, so nearby the wound, the skin also should be cleaned. ആ woundന്റെ ചുറ്റുമുള്ള സ്കിന്നിനെ നമ്മൾ ക്ലീൻ ചെയ്യണം. പക്ഷെ ആ കഴുകുന്ന വെള്ളം ഒരിക്കലും ആ മുറിവിലേക്ക് വീഴാൻ പാടില്ല. അപ്പൊ സ്കിന്നിലേക്ക് ചെളി മണ്ണൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ആ വെള്ളം മുറിവിലേക്ക് ഒഴുകരുത്. വൈപ്പ് ചെയ്തെടുക്കുകയോ അതായത് തുടച്ചെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പക്ഷെ ഷുഡ് ബി ക്ലീൻഡ് ബോത്ത് wound and skin around the wound. അണ്ടർസ്റ്റാൻഡ്? മുറിവിന് ചുറ്റുമുള്ള സ്കിന്നും നമ്മൾ ക്ലീൻ ആയിട്ട് കഴുകി വൃത്തിയാക്കണം. പക്ഷെ ഒരിക്കലും സ്കിൻ കഴുകുന്ന ആ വെള്ളം മുറിവിലേക്ക് വരാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് അപ്ലൈ ടിഞ്ചർ ഓഫ് അയഡിൻ. ടിഞ്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മുറിവിന് തേക്കുന്ന ഒരു മരുന്നാണ്, ഒരു ബ്രൗണിഷ് കളറിലാണ്. പക്ഷെ മരുന്ന് എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ഇനി രോഗാണുക്കളൊന്നും കയറാതിരിക്കാൻ വേണ്ടി തൽക്കാലത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു മരുന്നാണ്. ബട്ട് വി ഹാവ് ടു, അത് ചെറിയ വോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മതിയാകും. ബട്ട് ഇഫ് ദ wound is small, we have to consult a doctor. Bandage with a cotton pad and soft cloth to keep out dirt. The wound is small one, which we can manage means we have to clean it, and then we have to clean it with a cotton wool, and then we have to apply tincture or iodine, and then we have to use a band-aid. Band-aid നമ്മൾ കെട്ടാറുണ്ട് സാധാരണ ചെറിയ ചെറിയ മുറിവുകൾക്കൊക്കെ അല്ലേ. ചെറിയൊരു തൊലി പൊട്ടിയാൽ പോലെ വലിയ ബാൻഡേഡ് ഒക്കെ കെട്ടി വരാറില്ലേ? ഓക്കെ. വൈ ഷുഡ് ബി യൂസ് ദാറ്റ് ബാൻഡേഡ്? ബാൻഡേഡ് എന്തിനാ ഉപയോഗിക്കുന്നത് നമ്മള്? സായി കൃഷ്ണ, can you answer? മിസ് ഒന്നുകൂടി പറയാൻ കേട്ടില്ല. എന്തെടുക്കുമായിരുന്നു? ഞാൻ കണ്ടായിരുന്നു നീ എവിടെ ഇങ്ങനെയൊക്കെ ആടും പാടും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ എന്തിനാ ബാൻഡേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്? മുറിവ് ഉണങ്ങാൻ, മരുന്ന് വെച്ചിട്ട് മുറിവ് ഉണങ്ങാൻ മിസ്സേ. മരുന്ന് വെച്ചിട്ട് മുറിവ് ഉണങ്ങാൻ. ഓക്കെ, വൈ വാ ഷഹബാസ്? ബ്ലഡ് വരാതിരിക്കാൻ. ബ്ലഡ് വരാതിരിക്കാൻ. ഷഹബാസ്, വാട്ട് യു വാണ്ട്? യു ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്. കാൻ യു ഹിയർ? ഷഹബാസിനെ കേൾക്കുന്നില്ല മോനെ. പേജ് നമ്പർ എത്ര? പേജ് നമ്പർ 191. ലാസ്റ്റ് ലെസൺ, സേഫ്റ്റി ആൻഡ് ഫസ്റ്റ് എയ്ഡ്. 6th ലെസൺ. ലാസ്റ്റ് അല്ലേ ഇത്? യെസ്, ലാസ്റ്റ് ലെസൺ. ഓക്കെ, അപ്പൊ നമ്മള് ബാൻഡേഡ് വെക്കുമ്പോൾ ആ ബാൻഡേഡിൽ തന്നെ ഒരു മെഡിസിൻ ഉണ്ട്, ടിഞ്ചറൊക്കെ കലർന്നിട്ടുള്ള ഒരു മരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ മരുന്നും കൂടെ കൂടിയിട്ട് നമ്മൾ എന്ത് സംഭവിക്കുക, നമ്മുടെ മുറിവ് ഉണങ്ങാൻ സഹായിക്കും. പിന്നെ ആ മുറിവ് ഓപ്പൺ ആയിട്ട് ഇരുന്നാൽ രോഗാണുക്കളൊക്കെ ഉണ്ടാകും, ഡസ്റ്റും അതും ഇതെല്ലാം പറ്റാൻ സാധ്യത, പൊടിയൊക്കെ പറ്റും അല്ലെ. അയ്യോ, ജോസിക്ക് ഭയങ്കര പുകയാന്ന് തോന്നുന്നു. ജോസി, is it a soft smoke? Smoke ആണോ പുകയാണോ? Come out of the house. Okay, ശരി, ഇവിടെ ശ്രദ്ധിക്കും മക്കളെ. റുവൈസെ, are you traveling my dear? റുവൈസ് ട്രാവലിംഗിലാന്ന് തോന്നുന്നു. ഓക്കെ, റുവൈസ്, can you hear me? റുവൈസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, നമ്മുടെ വൂൺസ് നമ്മൾ ഈ ടിഞ്ചർ കെട്ടിക്കഴിഞ്ഞാൽ 2-3 ഗുണങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, അതിലൊരു മെഡിസിൻ ഉണ്ട്. ഇറ്റ് വിൽ ഹെൽപ് ടു the wounds to be cured. Then another one, we know that if it is open, what happens, dust particles, germs and all may get enter into that wounds. So if we use that band-aid, germs, dust particles and all will not get into the wound. അപ്പം ഈ മുറിവിലേക്ക് പൊടിയും അതുപോലെ അണുക്കളും രോഗാണുക്കളും ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബാൻഡേജ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, bandage with a cotton pad and soft cloth to keep out the dirt. If the wound is deep, it is very important to stop the bleeding. And this thing, ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുള്ളൂ, ചെറിയ മുറിവുകൾക്ക്. ചെറുതായിട്ടൊക്കെ ഒന്ന് കത്തി കൊണ്ട് കളിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് മുറിഞ്ഞു എന്നൊക്കെ ഉള്ളതല്ലേ. But if the wound is very deep means a big one or inside, ഉള്ളിലേക്കുള്ള മുറിവുകളോ അല്ലെങ്കിൽ ആഴത്തിലുള്ള മുറിവുകളോ അല്ലെങ്കിൽ ഒരുപാടുള്ള മുറിവുകളോ, ഡീപ്പ്. If it is deep, we have to stop the bleeding. അപ്പം നമ്മൾ ബ്ലഡ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. We have to stop the bleeding. So that's what you have to do. If the blood is dark red and flows evenly, place a hard pad of clean cloth on the wound and bandage tightly. അപ്പം നമ്മുടെ മുറിവ് ഒത്തിരി ബ്ലഡ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് എടുത്ത് വെച്ച് കെട്ടുക, നന്നായിട്ട് കെട്ടുക. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യും. കുറച്ച് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കാം.
If the wound is very little and blood is coming, ചെറിയ മുറിവേ ഉള്ള ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അമർത്തി പിടിച്ചാൽ മതി. ആ മുറിവിന്റെ അവിടെ നന്നായിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ചാൽ the cells which have been cut will rejoin. അത് റീജോയിൻ ആകാൻ പോകും. നമ്മളിങ്ങനെ അമർത്തി പിടിച്ചാൽ, നിങ്ങളുടെ കൈയൊക്കെ മുറിയാൻ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ അമർത്തി പിടിക്കാറില്ലേ? എന്തിനാ അങ്ങനെ അമർത്തി പിടിക്കുന്നത്? ചെറുതായിട്ടൊക്കെ ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ, കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിളിക്കും? നിലവിളിച്ചോണ്ട് ഓടും അമ്മയുടെ അടുത്തോട്ട് അല്ലേ? അപ്പൊ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അമർത്തി പിടിക്കും. ഓ ജോസിയൊക്കെ ഇല്ല പോലും, പാവം. ഓക്കെ. If the blood is bright red and flows in jerks, pressure on the wound can stop the flow. A tight band called a tourniquet is twisted around the wound. The bleeding stops because of this pressure. ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് ഈ മുറിഞ്ഞ ഭാഗങ്ങൾ തമ്മിൽ ജോയിൻ പോലെ ആകും അല്ലെ? അപ്പൊ പിന്നെ ബ്ലഡ് വരാതെ അതുപോലെ സെൽസ് ഒക്കെ കട്ടായിട്ടുള്ളതൊക്കെ ഇങ്ങനെ ജോയിന്റ് ആയിക്കോളും. വലിയ പ്രശ്നങ്ങളില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെയാകും. പിന്നെ നിങ്ങളൊക്കെ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ മറ്റേ seen your mother's hands while they cut the vegetables and all may have small wounds. Have you seen your mother's hand and all? Where is Shahabas? Shahabas, what is your problem? Unmute and say. Shahabas, മോനെ എന്താ കുഞ്ഞിന്റെ പ്രശ്നം? എന്തിനാ കൈ പൊക്കി കാണിച്ചത്? ക്ലാസ് ടൈമിൽ അങ്ങനെയൊന്നും കാണിക്കില്ല. ഐ തിങ്ക് ദാറ്റ് യു ഹാവ് ടു സേ സംതിങ്. വെറുതെ പോലും ക്ലാസ് എടുക്കുന്ന സമയത്താണ് അങ്ങനെ വെറുതെ ഒക്കെ കാണിക്കുക. കൈ പൊക്കി കാണിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ പറയാനുണ്ടെന്നുള്ളതാണ് അർത്ഥം അല്ലേ? അങ്ങനെ ചെയ്യില്ല കേട്ടോ. ക്ലാസ് ടൈമിലല്ല തമാശ ഒപ്പിച്ചോണ്ടിരിക്കേണ്ടത്. ശരി, ഞാൻ വിചാരിച്ചു നിനക്ക് എന്താ റേഞ്ച് കിട്ടുന്നില്ലെന്നോ നെറ്റ് കിട്ടാത്തോണ്ട് പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കും. ഓക്കെ ശരി, ഇനി അങ്ങനെ തമാശ കാണിച്ചോണ്ടിരിക്കരുത് കേട്ടോ ക്ലാസ് ടൈമില്. The tight band called the tourniquet is twisted around the wound. അപ്പൊ നമ്മൾ ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ ആ മുറിവിൽ എന്ത് സംഭവിക്കുന്നു? ഈ സെൽസ് എല്ലാം കൂടെ അടുത്ത് വരും. അപ്പൊ wound അല്ല മുറിവിലുള്ള ബ്ലീഡിങ് കുറയും, സ്റ്റോപ്പ് ചെയ്യും. A doctor can tell if an anti-tetanus injection should be given. Tetanus is a deadly disease. Its germs can enter through open cuts or wounds and cause blood poisoning and death. ഇനി നമ്മള് ഏത് 5th സ്റ്റാൻഡേർഡിലല്ലായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിലല്ലായിരുന്നോ ടെറ്റനസ് ഒക്കെ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞോണ്ടിരുന്നേ? യാ, കഴിഞ്ഞ ക്ലാസ്സിലെ ലെസൺ നമ്പർ അല്ല സോറി പേജ് നമ്പർ 187 നമുക്ക് കുറെ വാക്സിനേഷൻ എടുക്കുന്നതിന്റെ ലിസ്റ്റ് ഇല്ലേ? അവിടെ കണ്ട ലാസ്റ്റ് ഒരു ടെറ്റനസ്, ലാസ്റ്റ് അല്ല സെക്കൻഡ് വണ്ണിലൊരു ടെറ്റനസ്, തേർഡ് വണ്ണിലൊരു ടെറ്റനസ്, ഫോർത്ത് വണ്ണിലൊരു ടെറ്റനസ്, ദെൻ 16 months to 24 months ഒരു ടെറ്റനസ്, പിന്നെ ലാസ്റ്റ് പിന്നെ 5 years ഒരു ടെറ്റനസ്, 10 years ഒരു ടെറ്റനസ്, അങ്ങനെ കുറെ ടെറ്റനസ് എടുക്കുന്ന ഇത് കണ്ടില്ലായിരുന്നു വാക്സിനേഷൻ എടുക്കുന്നത്. ഇനിയിപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു എന്തിനാ ഈ ടെറ്റനസ് എടുക്കുന്നതെന്നുള്ളത്. നമ്മുടെ ഇപ്പൊ ഈ മുറിവ് ഇതായി കഴിയുമ്പോൾ നമ്മൾ പോയിട്ട് TT എടുക്കാറുണ്ട്, ടെറ്റനസ് ഇഞ്ചക്ഷൻ അല്ലെ? ചില സമയത്ത് നമുക്ക് കൂടുതൽ മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയും യു ഹാവ് ടു ടേക്ക് എ ടെറ്റനസ് ഓർ TT ഇഞ്ചക്ഷൻ എടുക്കാൻ പറയും. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ TT എടുക്കണം എന്നാ? മുറിവൊക്കെ ഒന്നേന്ന് ഹോസ്പിറ്റലിൽ. അപ്പൊ എന്തിനാണ് ഈ TT എടുക്കുന്നതെന്നാണ്. Tetanus is a deadly disease. ചെറിയൊരു തലവേദന വരുന്ന പോലെയല്ല. ഇറ്റ് ഇസ് എ ഡെഡ്ലി ഡിസീസസ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡെഡ്ലി ഡിസീസ്? വെരി ഡേഞ്ചറസ് ഡിസീസസ്. അതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചാല് its germs can enter through open cuts or wounds and cause blood poisoning and to death. ചെറിയ ഇടപാടൊന്നുമല്ല, ഇപ്പം വലിയ പുള്ളിയാ ഈ ടെറ്റനസ് എന്ന് പറയുന്നത്. നമ്മുടെ മുറിവുകളിലൂടെ ഇതിന്റെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറും, എന്നിട്ട് ബ്ലഡ് പോയിസണബിൾ ആകും. ബ്ലഡിലേക്ക് കലർന്ന് ബ്ലഡിൽ മൊത്തം പോയിസണബിൾ ആകും. ആൻഡ് ഇറ്റ് കോസ് ഫോർ ദ ഡെഡ് ഓൾസോ. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ് കോൾഡ് ഡെഡ്ലി ഡിസീസസ്. സോ നമുക്ക് സാധാരണ മുറിവുകളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ സാധാരണ പറയുന്നത് ഒരു TT എടുത്ത 6 മാസത്തെ. ഏഞ്ചല് ഞാൻ ക്ലാസ്സിൽ നിന്ന് ക്വിറ്റ് ചെയ്യിക്കും കേട്ടോ, റിമൂവ് ചെയ്യും. ഏഞ്ചൽ ഈ ക്ലാസ് ടൈമിൽ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഏഞ്ചൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ടൈമിൽ യു ഷുഡ് നോട്ട് അലോ ദ സ്മോൾ വൺസ് ടു പ്ലേ വിത്ത് യു. You are in 5th standard, isn't it? Tell your mommy to call him back.
ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഓക്കെ ചെറിയ മക്കളുമായിട്ട് ഞാൻ സംസാരിക്കും, നിങ്ങളുടെ ചെറിയ മക്കളൊക്കെ ആയിട്ട്. പക്ഷെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കുഞ്ഞു മക്കളുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ 5ാം ക്ലാസ്സിലെത്തി പിള്ളേരെ ഞാൻ റിമൂവ് ചെയ്യും കേട്ടോ. ഞാൻ ദേഷ്യപ്പെട്ട് നല്ലോണം ദേഷ്യപ്പെടും. പലതവണയായി ഞാൻ പറയുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കുഞ്ഞുമക്കൾ വന്നാൽ ഞാനിപ്പോ ഇതാ കുറെ കുഞ്ഞുങ്ങൾ വന്നു, കുഞ്ഞുങ്ങളോട് സംസാരിച്ചല്ലോ, നോ പ്രോബ്ലം. ആദ്യമേ തന്നെ പറഞ്ഞേക്കാം, ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ചെറിയ മക്കളെയൊക്കെ നിങ്ങൾ കളിപ്പിച്ചു, എനിക്ക് ഒരു കുഴപ്പമില്ല, ബട്ട് നോട്ട് ഡ്യൂറിങ് ദ ക്ലാസ്. ഓക്കെ, കം ബാക്ക് ടു ദ ക്ലാസ് നൗ. സോ ടെറ്റ്നസ് നമ്മൾ സാധാരണ ഒരു TT എടുത്തു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് നമുക്കതിന് വാലിഡിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അതായത് 6 മാസത്തേക്ക് ജേംസ് വന്നാലും പ്രശ്നമില്ല എന്ന്. അപ്പൊ നമ്മളൊരു അതിന് എപ്പോഴും 6 മാസം കൂടുമ്പോൾ TT എടുക്കണം എന്നല്ല. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു മുറിവുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവരെന്ത് പറയും, you should take a TT injection because there will be possibility to get this type of germs into your blood. പിന്നെ നമുക്ക് പറയാൻ പറ്റും മുറിവുണ്ടായാൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ടെറ്റനസ് ജേംസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ നമ്മൾ പിന്നെ അറിയില്ല, 2-3 ദിവസം കൊണ്ട് നമ്മുടെ ബ്ലഡിലേക്ക് സഡൻലി ബ്ലഡ് പോയിസണബിൾ ആകും, സഡൻ ഡെത്തും ഉണ്ടാകും, പെട്ടെന്ന് മരണപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഇഞ്ചക്ഷൻ ഇട്ട് 6 മാസത്തേക്കും അതൊരു വിഷയമല്ല. പിന്നെ നമ്മളൊക്കെ 2 വർഷം കഴിഞ്ഞാൽ ഒരു മുറിവുണ്ട്, 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എന്ത് പറയും, TT എടുക്കാൻ പറയും. മനസ്സിലായോ? ഓക്കെ, സോ നമ്മള് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ മുറിവെടുത്ത് TT അടുത്തപ്പോഴെങ്ങനെ എടുത്താണോ എന്ന് ചോദിക്കും. എടുത്താണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, കാരണം 6 മാസത്തിന് ഒരു പ്രശ്നമില്ലല്ലോ. അതിനുശേഷം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആയെങ്കിൽ ഡോക്ടർ വിൽ അഡ്വൈസ് ടു ടേക്ക് എ ടെറ്റനസ് ഇഞ്ചക്ഷൻ. നെക്സ്റ്റ്, നോസ് ബ്ലീഡ്സ്. നമ്മുടെ മൂക്കിൽ കൂടെ ബ്ലഡ് വരാനുള്ള സാധ്യതകളൊക്കെ ചില സമയത്തുണ്ട് അല്ലെ. ചില പിള്ളേരല്ലേ മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നു. സംടൈംസ് വെൻ വി ഫോൾ. മുഹമ്മദ് സിറ്റ് പ്രോപ്പർലി പ്ലീസ്. ക്ലാസ്സിൽ ഇരിക്കേണ്ട അങ്ങനെയല്ല, സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കും ക്ലാസ്സിൽ, ചാരി കിടന്നല്ല ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, on a hot summer day you may find blood trickling down your nose. Here is how you should give your first aid. ഇനി ഞാൻ പറഞ്ഞാൽ ആദ്യത്തെ തന്നെ നമ്മുടെ ഈ വൂൺസിന്റെ ഒക്കെ ആണെങ്കിലും ചെറിയ മുറിവുകളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വരില്ല. പക്ഷേ if the wound is more, we have to give this first aid before reaching the hospital or before go to the hospital. Then we should not wait. We have to go to hospital and take the advice of the doctor. We have to take the treatment from the doctor. Okay, ചെറിയ മുറിവുകളാണ് കുഴപ്പമില്ല, പക്ഷെ വലിയ മുറിവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് എയ്ഡിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. സെയിം വേ നോസ് ബ്ലീഡ്സ്. സമ്മർ സീസണിൽ നമുക്കറിയാം നമ്മുടെ ബ്ലഡിന്റെ ചൂടൊക്കെ കാരണം ചിലപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളെ പോലുള്ള മക്കൾക്കാണ് അത് കൂടുതൽ, ചെറിയ മക്കൾക്കൊക്കെയാണ് മൂക്കിൽ കൂടെ ഒക്കെ ബ്ലഡ് വരും. നമ്മൾ ഈ വെയിലത്തൂടെ ഒക്കെ നിങ്ങളൊക്കെ കളിച്ചിട്ടൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ചില സമയത്ത് നമ്മുടെ ബ്ലഡ് വെസൽസിൽ കൂടെ എന്തെങ്കിലും ചെറിയ രീതിയിൽ നമ്മുടെ മൂക്കിൽ കൂടെ ഒക്കെ ബ്ലഡ് വരും. It is only 1 or 2 drops, no problem. 1 or 2 drops ഉള്ളൂ, ഒരിക്കൽ പേടിക്കേണ്ടതൊന്നുമില്ല. പക്ഷെ ചില if it is blows so much bleeds, we have to go to the hospital to consult the doctor. Okay, loosen the clothing around your neck. സോ ഫസ്റ്റ് എയ്ഡ് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഡ്രസ്സിന്റെ നെക്ക് പാർട്ടിലുള്ള, അതായത് കോളർ ഒക്കെ ടൈറ്റ് ആയിട്ടാണെന്നൊരിക്കൽ we have to just lose it. അത് ലൂസ് ചെയ്യുക. Then sit upright with your head held back and arms folded above the head. Then you have to sit straightly. Don't lie down. കിടക്കുകയല്ല ചെയ്യേണ്ടത്. We have to keep like this way. Our hands at back. നമ്മുടെ കൈകള് ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് മൂക്കിന്റെ ഭാഗം ഉയർന്നിരിക്കണം, ഇങ്ങനെ ഇരിക്കണം, അല്ലാതെ ഇങ്ങനെ ഇരിക്കരുത്. ദെൻ ഇങ്ങനെ കുനിഞ്ഞിരുന്നാൽ എന്ത് സംഭവിക്കും, മൂക്കിന്റെ ബ്ലഡ് ഒഴുകും താഴെ ഭാഗത്തോട്ട്. പക്ഷെ മേളിലോട്ടാകുമ്പോൾ കൈ ഇങ്ങനെ പുറകിലോട്ട് വെച്ചിട്ട് നേരെ ഇങ്ങനെ കിടക്കണം, കൈ ഇങ്ങനെ വെക്കണം. ഓക്കെ, മനസ്സിലായത്? നമ്മുടെ തല ഉയർന്നിരിക്കണം, മൂക്ക് ഉയർന്നിരിക്കണം. നെക്സ്റ്റ്, പ്രസ് ദ ബ്ലീഡിംഗ് സൈഡ് ഓഫ് യുവർ നോസ് ഫേംലി വിത്ത് യുവർ ഫിംഗേഴ്സ് ആൻഡ് സീ 2 nostrils are there. 1, 2 nostrils are there, isn't it? So if the blood is coming with our right nostrils, റൈറ്റില് നമ്മുടെ വലതേ മൂക്കിന്റെ ആ ഇതിൽ കൂടിയാണ് ബ്ലഡ് വരുന്നെങ്കിൽ അതിങ്ങനെ പതിയെ അടച്ചു പിടിക്കുക. രണ്ടും കൂടെ അടച്ചു പിടിക്കരുത്. രണ്ടും കൂടെ അടച്ചു പിടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? What will happen if you close both? You cannot breathe, isn't it? Okay, so use ഏത് നോസ് ആണോ ബ്ലീഡ് ചെയ്യുന്നത് ആ നോസ് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഇങ്ങനെ ആ ഒരെണ്ണം ഇങ്ങനെ അടച്ചു പിടിക്കാം. Press the bleeding side of your nose firmly with your fingers.
Get someone to keep an ice pack or wet cloth on your nose and on the back of your neck. Next one is ice pack. What is the meaning of ice pack? Ice pack എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നിങ്ങൾ എപ്പോഴെങ്കിലും വെച്ചിട്ടുണ്ടോ? ചിലപ്പോൾ മുറിവൊക്കെ വരുമ്പോൾ മുറിവിനേക്കാൾ കൂടുതൽ നിങ്ങൾ എവിടെയെങ്കിലും ഓടി വീണ് കാലിലൊക്കെ ചെറിയ രീതിയിൽ എന്തെങ്കിലും വേദന ഉളുക്ക് കിളുക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ടോ? ഈ ഓടി മുഴച്ച് പൊട്ടലൊക്കെ ഉണ്ടല്ലോ എവിടെയെങ്കിലും തട്ടിമുട്ടിയിട്ട് മുഴച്ച് ഉണ്ടക്ക പോലെയൊക്കെ വരുന്നില്ലേ? ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഫിഫ്തിലെ പിള്ളേർക്ക്? ഉയ്യോ നല്ല പിള്ളേർ കേട്ടോ. സർട്ടിഫിക്കറ്റ് തന്നേക്കാം. എവിടെ വീണിട്ട് ഇതുവരെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്താ തട്ടലും മുട്ടലൊന്നും വന്നിട്ടില്ലേ? കണ്ണയ്ക്ക് വന്നിട്ടില്ല? ഉണ്ട്. സായി കൃഷ്ണ, യു? ലക്ഷ്മി പ്രിയ? ഏഞ്ചലിന് ഓൾറെഡി വന്നിട്ട് ലക്ഷ്മി പ്രിയ സ്റ്റക്കാണോ? ഓക്കെ. ഗ്രേസോ? ഉണ്ട്. ഷഹബാസിനോ? ഷഹബാസിനോ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ആദിത്യൻ, ജോസി ഉണ്ട്. ജോസിക്ക് ഉണ്ട് ഓൾറെഡി. മുഹമ്മദിനുണ്ട്. എഡ്വിനോ? യെസ്, എഡ്വിൻ 2 കൈ കാണിക്കുന്നുണ്ട്. ഓക്കെ, ശരി. ലക്ഷ്മിപ്രിയക്കില്ലേ? ലക്ഷ്മിപ്രിയ ഒന്നും ആൻസർ ചെയ്തില്ലല്ലോ. ഓക്കെ. സാധാരണ അത് കുട്ടികൾക്ക് കൂടുതലുണ്ടാകും, കാരണം ഓട്ടം കൂടുതലല്ലേ. വലിയവർക്കും ഓടിയില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്പീഡിലൊക്കെ നടക്കുമ്പോൾ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ മുഴക്കം പുറപ്പൊക്കെ ചെയ്യും അല്ലേ. അപ്പൊ നമ്മൾ ഐസ് വെക്കാറുണ്ടോ? ചെറിയ കേസൊക്കെ ആണെങ്കിൽ. വലിയ കേസാണെങ്കിൽ ഐസും കൊണ്ടൊന്നും പോയല്ലോ കേട്ടോ. ഓക്കെ. അപ്പൊ സാധാരണ ഇങ്ങനെ മുഴച്ചൊക്കെ വന്നിട്ട് ഭിത്തിക്കൊക്കെ ഇടിച്ചാൽ കയ്യിലൊക്കെ വന്നിട്ട് നമ്മൾ ഐസ് പാക്ക് വെക്കും. ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ട്. സോ വി വിൽ ടേക്ക് ഐസ് ക്യൂബ്സ് ഫ്രം അവർ ഫ്രീസർ. ഇനി നമ്മുടെ വീട്ടിൽ അതിങ്ങനെ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അതില്ല, ചിലപ്പോൾ എല്ലാ ഫ്രീസറിലൊന്നും കാണുന്നില്ല. അപ്പൊ നമ്മൾ ഷോപ്പ് അടുത്ത് കടയൊക്കെ ഉണ്ടെങ്കിൽ കടയിൽ ഓടിപ്പോയിട്ട് ഐസ് ഒക്കെ വാങ്ങിച്ചിട്ട് വെക്കും. തണുത്ത് കഴിയുമ്പം എന്ത് ചെയ്യും? ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ നേരത്തെ പഠിപ്പിച്ചോണ്ടിരുന്ന സ്കൂളിൽ അവിടെ എപ്പോഴും ഇത് തന്നെ, പിള്ളേർ ഓടി കളിച്ചിട്ട് ഇങ്ങനെ വീണ് പൊട്ടും. തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ട് പോയിട്ട് ഐസ് വാങ്ങിക്കൊണ്ടിരുമ്പോഴേ കരച്ചിലൊക്കെ നിർത്തുവരും. അത്രയോ സമയം കരഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് ഐസ് മീൻസ് നമ്മുടെ എന്താ കൂടിനകത്തുള്ള ഐസ് അല്ലേ? എന്താ നിങ്ങൾ അതിന് പറയുന്നേ? ആ വലിച്ച് ഇങ്ങനെ കുടിക്കുന്ന ഐസ് ഇല്ലേ? അതിനെന്താ പറയുന്നേ? അത് തന്നെ, സിപ്പപ്പ്. അങ്ങനത്തെ ഐസ് മേടിച്ചോണ്ട് വരും. അപ്പൊ ഐസ് മേടിച്ചോണ്ട് വരുന്ന കാണുമ്പോഴേക്കും കരച്ചിലൊക്കെ നിർത്തും. കാരണം ഇച്ചിരി കഴിയുമ്പം തണുപ്പൊക്കെ ഇച്ചിരി സമയം മുറിവിടെ ഒഴിച്ചിരിക്കുന്നോടത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഐസ് കുടിക്കാവല്ലോ അല്ലെ? അത് കാരണം. അപ്പൊ ഈ ഐസ് പാക്ക് നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ നോസിൽ ബ്ലീഡിങ് വരുന്ന സമയത്തും നമ്മൾ ഐസ് പാക്ക് വെക്കാം. ഇഫ് വി ഹാവ് ഐസ് ക്യൂബ്സ് അറ്റ് ഹോംസ് വി ക്യാൻ കീപ് ഇറ്റ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ. ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രീസറിനകത്ത് നമുക്ക് ഇങ്ങനെ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ഒരു തുണിയിലെങ്ങാനും പൊതിഞ്ഞിട്ട് കുറച്ച് കൂടുതലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ മതി കുറച്ച് സമയത്തേന്. മനസ്സിലായോ? So get someone to help keep an ice pack or wet cloth on your. നമ്മുടെ വീട്ടിലേക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ തുണി നല്ല തണുത്ത വെള്ളത്തിൽ നനച്ചിട്ട് ഇങ്ങനെ വെച്ചാലും മതി. നിങ്ങൾക്കൊക്കെ പനി വരുന്ന സമയത്ത് തുണി നനച്ചിട്ട് നെറ്റിയിൽ ഇടാറുണ്ടോ? തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഇല്ലേ? അപ്പം ചില ആൾക്ക് ഇല്ലേ? ജോസിക്ക് പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല. പാവം. ജോസിയുടെ അമ്മേനെ ഒന്ന് കാണട്ടെ, ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ആൻഡ് അറ്റ് ദ ബാക്ക് ഓഫ് യുവർ നെക്ക് ഓൾസോ. നമ്മുടെ നെക്കിന്റെ എവിടെയും വെക്കണം. നമ്മുടെ മുക്കിന്റെ ഇവിടെയും അതുപോലെ നെക്കിന്റെ ഇവിടെയും വെക്കണം. An ice pack is made by keeping ice cubes on a clean handkerchief and folding it into a ball. Breathe through your mouth. Do not blow your nose for a few hours after the bleeding stops. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് തന്നെയാണ് സംഭവം. പിന്നെ ഐസ് ക്യൂബ് വെക്കുക. ഇനി ഐസ് ക്യൂബ് ഇല്ലെങ്കിൽ നനഞ്ഞ തുണി വെക്കുക. പിന്നെ നമുക്ക് ഐസ് ക്യൂബ് വീട്ടിലുണ്ടാക്കാം. കുറെ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് നമ്മുടെ ഒരു തുവാരക്കകത്തോ അല്ലെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള തുണിയിൽ വെച്ചിട്ട് പൊതിഞ്ഞ് വെച്ച് നമുക്ക് വെക്കാം. 2-3 ഫോൾഡ് ആയിട്ട് വെക്കണം. പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് ഒറ്റ ലെയർ ആയിട്ടുള്ള തുണിയാണെങ്കിൽ മെൽറ്റ് ചെയ്ത് കൂടെ ഒഴുകും അല്ലെ? അപ്പൊ 2-3 ഇതിലൊക്കെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, we have to breathe through our mouth at that time. ആ സമയത്ത് നമ്മൾ വായി കൂടെയാണ് ശ്വാസം വിടേണ്ടത്. പൊക്കിക്കൂടെ വിടുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് again there will be possibility for bleeding. So we have to breathe through our mouth. And do not blow your nose for a few hours after the bleeding stops. Blow your nose means നമ്മുടെ മൂക്ക് ചുറ്റത്തില്ലേ? അങ്ങനെ we should not blow our nose for a few hours after the bleeding stops. Bleeding നിന്നാൽ ഒരു കുറച്ച് 2-3 മണിക്കൂർ നേരത്തെ നമ്മൾ ബ്ലോ ചെയ്യാൻ പാടില്ല. അത് we should not blow our nose. എന്ന് വെച്ചാൽ നമ്മൾ മൂക്ക് ചുറ്റുമ്പോൾ ശക്തിയിലാണ്. we have to use our strength. നല്ല ശക്തിയിൽ ഇങ്ങനെ ചെയ്യും. വീണ്ടും
ബ്ലഡ് വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് സമയത്തിന് ഐസ്ക്യൂബ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ സാധാരണ ഗതിയിലുള്ളതൊക്കെ പോകും. ചില കുഞ്ഞുങ്ങളൊക്കെ വീണ് കഴിയുമ്പോൾ മൂക്കിക്കൂടെയൊക്കെ ബ്ലഡ് വരും അല്ലെ. ചെറിയ രീതിയിലുള്ളെങ്കിൽ പിന്നെ ഹോസ്പിറ്റലൊന്നും പോകണ്ട എന്നും പറഞ്ഞിട്ട് കുറച്ച് ബ്ലഡ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാതിരിക്കുകയും വേണ്ട. നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇൻസൈഡ് ദർ വിൽ ബി എനി ഇഞ്ചുറീസ് ഓർ നോട്ട്. മനസ്സിലായോ? ഉള്ളിൽ എന്തെങ്കിലും മുറിവുണ്ടോ ഇല്ലെന്നും നമുക്കറിയാൻ പറ്റില്ല. ചെറിയ രീതിയിലാണെന്നറിയില്ല, ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ ഐസ് പാക്ക് ഒക്കെ വെക്കുമ്പോഴേക്കും റെസ്റ്റ് എടുത്ത് വരുമ്പോൾ ഓക്കെ ആയിരിക്കും. അതർവൈസ് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ പോകണം. If your nose bleeds only a little, then it is harmless. കുറച്ചേ ഉള്ളെങ്കിൽ harmless ആണ്. എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. For heavy bleeding, a doctor's help must be taken. If it is continuously bleeding, we have to go to hospital and get the help of a doctor. Understand? Next one is fracture. What is the meaning of fracture? അതിൽ എന്താണ് അവിടെ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്നത്? അതിൽ നിന്ന് എന്തൊക്കെയോ ഇരുന്നിട്ടിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണല്ലോ. ചിരിക്കുന്നു, കളിക്കുന്നു. ആരവിടെയുള്ള അതിലെ? നീ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ, ഞാൻ ചോദിക്കട്ടെ. അൺമ്യൂട്ട് ചെയ്തേ. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നേ? My friend is there. I didn't understand what you said. എന്താ പറഞ്ഞേ? മനസ്സിലായി? My friend is there. Your friend is there. Okay. Tell him to sit outside. Class will be over by after 10 minutes. You can go there. Okay. എനിക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് മറ്റുള്ളവരോടുള്ള ഈ ഇന്ററാക്ഷൻ ഇല്ലേ, കണ്ണുകൊണ്ട് കാണിക്കുന്നത്, കാലുകൊണ്ട് കാണിക്കുന്നത്, വർത്തനം. അപ്പൊ നിങ്ങൾ അതിന്റെ അർത്ഥം നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല, വഴിയെ പോകുന്ന ഒരു വേറൊരു കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലാണോ? അതെയോ ഫോർത്തിലാണോ? എപ്പൊ നോക്കിയാലും പുറത്തോട്ട് നോക്കിയിരിക്കുന്ന ഒരു കുഞ്ഞുണ്ടല്ലോ, നിങ്ങളുടെ ക്ലാസ്സിലാണോ അത്? ഇരിപ്പേ ഇങ്ങനെയാണ്, ഫോൺ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടാവും, പുള്ളി ഇരിക്കുന്ന റോഡിലേക്ക് നോക്കി ഇങ്ങനെ, എന്നിട്ട് എപ്പോഴും റോഡേ പോകുന്നവര് വർത്താനം പറയുന്നത് കാണാം. അത് ഈ ക്ലാസ്സിലെ കുട്ടിയാണോ? അതെയോ? റിഹാൻ. ഏത് ക്ലാസ്സാ? 5th or 6th? ഇന്നില്ല ആള്. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ് ശ്രദ്ധിക്കണം. അല്ലാതെ വീട്ടിൽ ആരൊക്കെ വന്നു പോയി എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അവര് വന്നിട്ട് അവരുടെ കാര്യം കഴിഞ്ഞ് അവര് പൊക്കോളും. നിങ്ങളെ കാണാനുള്ള ആളാണെന്നൊരു അവർ ക്ലാസ് കഴിയുന്നോടും വരെ വെയിറ്റ് ചെയ്യും. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് അവരോട് സംസാരിച്ചാൽ മതി കേട്ടാ. അതുപോലെ കളിക്കാൻ ഇത്രയും സമയമുണ്ട് വീട്ടിൽ വരുന്നവരുടെ കൂടുതല്. ഈ 40 minutes യു ഷുഡ് ബി എൻഗേജ്ഡ് ഓൺലി ഇൻ ദ ക്ലാസ്. അല്ലാതെ അതിനിടയ്ക്ക് പിന്നെ വേറെ അവിടെ പോയി വല്യമ്മയോടും വല്യപ്പനോടും അച്ഛനോടും അമ്മമ്മയോടും ഒക്കെ വർത്താനം പറയുക, അതൊന്നും പാടില്ല. മുഹമ്മദ് എന്താ അവിടെ കിടന്നിട്ട് ഈ തെയ്യം തുള്ളുന്ന പോലെ തുള്ളുന്നേ? കീപ് യുവർ മൊബൈൽ പ്രോപ്പർലി ഇതേറെ. ആ മൊബൈലിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോ നീ കിടന്നോട്ട് തുള്ളുന്ന പോലെ തോന്നുന്നത്. Okay, next one is fracture. What is the meaning of fracture? ഉളുക്ക്, ചതവ്, പൊട്ടല്. കേട്ടിട്ടില്ല ഇങ്ങനത്തെയൊക്കെ? ഈ ബോർഡൊക്കെ കാണത്തില്ല ചില വൈദ്യന്മാരുടെ ഒക്കെ അടുത്ത്, ഉളുക്ക്, ചതവ്, പൊട്ടൽ എന്നൊക്കെ പറഞ്ഞുണ്ട്. എന്താ പറഞ്ഞാല് നമ്മൾ എവിടെയെങ്കിലും വീണ് കഴിയുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ നമ്മള് കയ്യോ കാലൊക്കെ എവിടെയെങ്കിലും മുട്ടി കഴിയുമ്പോൾ നമ്മുടെ ബോൺസിന് എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ നെർവസിനൊക്കെ എന്തെങ്കിലും സംഭവിക്കും. കൈയുടെയും കാലിന്റെ ഒക്കെ എല്ലുകൾക്കൊക്കെ അല്ലെ പൊട്ടലൊക്കെ ഉണ്ടാകുന്നത്. When a bone breaks due to a fall, it is a fracture. You will know it is fracture. എവിടെയെങ്കിലും ഒന്ന് തട്ടുമ്പോൾ ഇച്ചിരി വേദന എടുക്കുമ്പോൾ ഫ്രാക്ചർ ഒന്നുമല്ല. ഒന്ന് തട്ടിച്ച ശക്തി വേദന എടുത്തു, അയ്യോ എന്റെ കൈ ഒടിഞ്ഞു പോയേന്ന് പറഞ്ഞിട്ട് കാറൊന്നും വേണ്ട, അത് ഇച്ചിരി കഴിയുമ്പോൾ തന്നെ മാറിക്കോളും. ഓക്കെ, ബട്ട് യു ഷുഡ് ബി കെയർഫുൾ വേർ ദ വിക്ടിം ഈസ് ഇൻ ഗ്രേറ്റ് പെയിൻ. Great pain means a very big pain. And unable to move the broken limb or broken part. കാലോ കൈയോ എവിടെയാണോ പൊട്ടിയതോ മുറിഞ്ഞതെന്ന് വെച്ചാൽ പൊട്ടല്, കഥവ് അല്ല ഉദ്ദേശിക്കുന്നു കേട്ടോ, എല്ലിന് പൊട്ടല്. ആ പൊട്ടലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഭാഗം അനക്കാൻ ബുദ്ധിമുട്ടാണ്. സപ്പോസ് ഞാൻ പറയാം, കൈയൊക്കെ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ എല്ലിനൊക്കെ പൊട്ടലുണ്ടെന്നെങ്കിൽ കൈയൊക്കെ അനക്കും ഭയങ്കര വേദനയായിരിക്കും. ഇങ്ങനെ എടുത്ത് പൊക്കുമ്പോഴത്തേനും ഭയങ്കര. പക്ഷെ നമുക്ക് ചെറിയ ചതവൊക്കെ ഉള്ളെന്നറിയിൽ നമുക്ക് കൈയൊക്കെ പതിയാണേലും മാറ്റാനൊക്കെ പറ്റും, അനക്കാനൊക്കെ പറ്റും. കാലിനാണേലും. കാലിനൊക്കെ പൊട്ടലൊക്കെ വന്നാൽ പിന്നെ നടക്കാനൊന്നും പാടില്ല. നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പൊട്ടൽ എന്ന് പറയുമ്പോൾ എല്ലിലെ ബ്രേക്ക് ആണ്, ദ ബ്രേക്ക് ഓഫ് ദ ബോൺ. അപ്പൊ നമ്മൾ ഇത് അനക്കുമ്പോഴത്തേനും അവിടെ മൂവ്മെന്റ് ഉണ്ടാകും. ഓക്കെ, there is a swelling and a bend in the bone where there is no joint.
അപ്പം ഈ അവിടെ സ്വെല്ലിങ്സ് ഉണ്ടാകും. നമ്മുടെ എല്ലിന് പൊട്ടലുണ്ടെങ്കിൽ കൈക്ക് പെട്ടെന്ന് നീര് വെക്കും. അത് കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മുടെ പൊടിക്കൈ ഒന്നും ചെയ്തോണ്ടിരിക്കേണ്ട, കുഴമ്പൊക്കെ ഇട്ട് തിരുമൊന്നും ചെയ്യാൻ പാടില്ല. വി ഷുഡ് ഗോ ടു ഹോസ്പിറ്റൽ ടു കൺസൾട്ട് ദ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെ എവിടെയെങ്കിലും വീണിട്ട് നല്ലോണം കയ്യോ കാലോ ഒക്കെ ഇടിച്ച് എവിടാന്ന് വെച്ചാൽ അവിടെ പിന്നെ നീരൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൊട്ടലുണ്ട്. പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട, വേറെ ഹോസ്പിറ്റലിൽ പോകും. പക്ഷെ അതിനു മുമ്പ് വേറെ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, അത് ഞാൻ പറയാം. അതായത് ചില ആൾക്കാർ അങ്ങനെ വെച്ചോണ്ടിരിക്കും, എന്തെങ്കിലും കുഴമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചിലുകളൊക്കെ അരച്ചിട്ടിട്ടിരിക്കും, അല്ലെ പിന്നെ എന്താ പറയുന്നത്, എന്തോ ചെറിയ ചെറിയ ഓയിൽമെന്റ് പോലെയൊക്കെ തൂത്തരാം. ചതവിനൊക്കെ നല്ലതാണ്, പക്ഷെ പൊട്ടലിനൊന്നും അങ്ങനത്തെ മരുന്നൊന്നും തേക്കാൻ പാടില്ല. പിന്നെ ചിലവരെന്ത് ചെയ്യും, കുഴമ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തിരുമും, അല്ലെ? അമ്മമാരൊക്കെ അങ്ങനെ ചെയ്തിട്ടില്ലേ നിങ്ങളുടെ? പക്ഷെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തിരുമാനേ പാടില്ല. തിരുമുമ്പോ എന്താ സംഭവിക്കും, നമ്മുടെ എല്ലിന് മൂവ്മെന്റ് ഉണ്ടാകും, അതായത് ചലനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും. പിന്നെ അത് ഓപ്പറേഷൻ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ. So, swelling and a bend in the bone where there is no joint. First, do everything to make the victim comfortable and then call the doctor. പിന്നെ ഒരു കാര്യം നമ്മൾ ആരും ശ്രദ്ധിക്കേണ്ട വെച്ചാൽ, ഒരു കുഞ്ഞ് വീണു, അല്ലെങ്കിൽ ഒരാള് വലിയ ആളായിക്കോട്ടെ, നമ്മൾ ആരും വീഴണം എന്ന് വിചാരിച്ച് വീഴത്തില്ല, അല്ലെ? നമ്മൾ സ്കൂളിലാണേലും വീട്ടിലാണേലും എവിടെയാണേലും, നിങ്ങളാണേലും അതെ ഞങ്ങളാണേലും. ഞാൻ വീഴണം എന്ന് വിചാരിച്ചുകൊണ്ടാണോ ഞാൻ നടക്കുന്നതും ഓടുന്നതും ഒക്കെ? നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്? അല്ല. So it is not at all our intention. By mistake or by chance, accidentally we fall. അപ്പൊ നമ്മൾ വീണ് കഴിഞ്ഞാല് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ സാധാരണ ഒരാൾ വീണു, സപ്പോസ് അതില് വീണു എന്ന് വിചാരിക്കുക. അതിൽ വീണ് കഴിയുമ്പോൾ ഏഞ്ചൽ കണ്ടായില്ല, ഏഞ്ചൽ എന്ത് ചെയ്യുമ്പോളെ സ്റ്റക്കാണോ ഏഞ്ചല്? ഓക്കെ, ഏഞ്ചൽ കേൾക്കുന്നില്ല, മോള് സ്റ്റക്കാ. ഹന്നക്കുട്ടി, നീ ഒരാൾ വീണു, നിന്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിന്റെ വീടിനടുത്തുള്ള ഒരാൾ വീണു എന്ന് വിചാരിക്കാം. വാട്ട് യു വിൽ ഡു ഫസ്റ്റ്? നമ്മള് മുതിർന്ന ആരെങ്കിലും വിളിക്കും. ആരെങ്കിലും വിളിക്കും. അതിൽ കണ്ടാൽ അതിലെന്ത് ചെയ്യും? എല്ലാരും മുതിർന്നവര് വിളിക്കാൻ ചെയ്യുന്നേ. ആദ്യം ഞാൻ പറയാം നിങ്ങൾ എന്താ ചെയ്യുന്നത്. നിങ്ങൾ ചിരിക്കും, അല്ലേ മുഹമ്മദേ? അയ്യോ ജോസി പാവം, ഒന്നും ചെയ്യല, നല്ല കുഞ്ഞാണേ, അങ്ങനെ ഒന്നും ചെയ്യൂല. ഓക്കെ, ജോസി നല്ല മോളെന്നല്ല പറഞ്ഞത്, ജോസി അങ്ങനെ ഒന്നും ചെയ്യൂല, നല്ല മോളാ. ഓക്കെ. സാധാരണഗതിയിൽ കുട്ടികൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ ക്ലാസ്മേറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടോ ഒന്ന് ഓടി വീണ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചിരിക്കുകയോ ചെയ്യുന്നത്, അല്ലെ? അത് കുട്ടികളുടെ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള പക്വതക്കുറവ് കൊണ്ട് ചെയ്യുന്നത്. പക്ഷേ ഷുഡ് നോട്ട് ഡു ലൈക്ക് ദാറ്റ് വേ. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മൾക്കത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു രസമായിട്ട് നമ്മൾ അങ്ങ് ചിരിച്ചു പോകുന്നതായിരിക്കും. ബട്ട് ഇനി നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഒരാൾ വീണ് കഴിഞ്ഞാൽ ആ വീണ ആൾക്ക് നല്ല പെയിൻ ഉണ്ടാകും, അല്ലെ? വേദന ഉണ്ടാവില്ലേ? അങ്ങനെ വേദനയുള്ള സമയത്ത് ഒരാൾ വീണ് കഴിയുമ്പോൾ നമ്മൾ വേറൊരാളെ കളിയാക്കി ചിരിക്കുകയും കൂടി ചെയ്യുമ്പോൾ ദേ മേ ഫീൽ മോർ മെന്റൽ പെയിൻ. അവർക്ക് മെന്റലി അവർക്ക് പെയിൻ ഉണ്ടാകും, വേറെ മാനസികമായിട്ടുള്ള വേദനയും കൂടി ഉണ്ടാകും. അതുകൊണ്ട് വി ഷുഡ് നോട്ട് ഡു ലൈക്ക് ദാറ്റ് വേ. ഇൻസ്റ്റെഡ് വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു ഹെൽപ് ദം ടു ഗെറ്റ് അപ്പ് ഫ്രം ദെയർ. ഇവിടെ മുതിർന്നവരെ വിളിക്കുന്നു പറഞ്ഞു, അല്ലെ? വി ഷുഡ് ഹെൽപ് ദം ടു get up from there, and if you cannot, you have to ask the help of elders. നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എൽഡേഴ്സിനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യിക്കണം, അവരെ വിളിച്ചിട്ട് അവരുടെ ഹെൽപ്പ് തരണം. ഓക്കെ, then we have to make the victim to be comfortable. അപ്പൊ ഈ ചെറിയ പ്രത്യേകിച്ച് കുട്ടികളൊക്കെയാണ് വീണത് എങ്കിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുട്ടികളൊക്കെ വീണെന്നൊരിക്കലും ഭയങ്കര പേടിച്ചിട്ടൊക്കെ ഉണ്ടാകും, അല്ലെ? അല്ലെങ്കിൽ നല്ല വേദനയാണ്. കുട്ടികളെല്ലാം വലിയവരാണേലും നല്ല വേദന എടുത്തു കഴിഞ്ഞാൽ കരയും, അല്ലെ? അവരോട് സാരിയില്ല, പോട്ടെ, ശരിയാകും, ഇപ്പൊ വലിയ മരുന്ന് കുഴപ്പമൊന്നുമില്ല, മരുന്ന് വെച്ച് കേട്ടോ, അല്ലെ ഹോസ്പിറ്റൽ പോകാൻ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മള് കംഫോർട്ട് ചെയ്യണം, കൺസോൾ ചെയ്യണം, അവരെ ആശ്വസിപ്പിക്കണം. മനസ്സിലായോ? ഫസ്റ്റ് വി ഹാവ് ടു മേക്ക് ദ വിക്ടിം ടു കംഫോർട്ടബിൾ ആൻഡ് ദെൻ കോൾ ദ ഡോക്ടർ. പിന്നെ അവരെ നമ്മള് പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരെ ഒരു സ്വസ്ഥമായിട്ട് സ്ഥലത്ത് ഇരുത്തുക. ഇനി അവർക്ക് വെള്ളം വേണം, പേടിച്ചിട്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ ടെൻഷനൊക്കെ ആയി പോകും, അല്ലെ? അങ്ങനെ വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കുക, പിന്നെ ഫാനൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. Make sure that the broken limb is in the natural position, as a natural position as possible. But suppose ഞാൻ പറയാം, if the hands, this part is broken, ഇതാണ് എവിടെ ഇടിച്ച് പൊട്ടിയതെന്ന് വിചാരിക്കാം. അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെ പൊട്ടലുണ്ടെങ്കിൽ ഈ നമ്മൾ കൈ ഇങ്ങനെ അനക്കോ പൊറുക്കോ ഒക്കെ ചെയ്ത് ചിലപ്പോൾ ഇങ്ങനെ തിരുമോ പൊറുക്കോ ഒക്കെ ചെയ്തെന്ന് വരും. ഫസ്റ്റ് നമുക്ക് അറിയില്ല ആക്ച്വലി ഇറ്റ് ഈസ് ബ്രോക്കൺ ഓർ നോട്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ തിരുമൊക്കെ ചെയ്യുമ്പോഴത്തേനും
ഈ ബോൺസ് എവിടെ നിന്നാണോ കട്ടായിരിക്കുന്നത് ചിലപ്പോൾ അതിന്റെ പൊസിഷൻ കുറച്ച് മാറും. ഇത് കുറച്ച് മുന്നോട്ട് തള്ളി വരികയോ പുറകോട്ട് പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളെ പറ്റുന്നതാണെങ്കിൽ ആ ബോൺസ് ഒന്ന് ശരിക്കും പിടിച്ചൊന്ന് വെക്കാൻ നോക്കുക. പറ്റില്ലെങ്കിൽ ഒരു പണിയും ചെയ്യരുത്. നമുക്കറിയാമെങ്കിൽ മാത്രം നമ്മളൊന്ന് പിടിച്ച് നേരെ വെക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അറിയില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നത് വലിയ പ്രോബ്ലം ആകാം. Okay, do you have today computer class today? One more bit is I will take the continuation of science there. Okay, now time is up. But നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ. Bye bye. Bye, miss.